അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത്, ഞാൻ ഇന്ന് എൻ്റെ നാട്ടിൽ പോകുന്നുണ്ട്, തിരുവനന്തപുരം കാട്ടാക്കട. അപ്പം പലരും കേട്ടിട്ടുണ്ടാവും, പലരും കേട്ടിട്ടുണ്ടാവത്തുമില്ല. അപ്പം എൻ്റെ സർജറിക്ക് ശേഷം ഞാൻ ഫസ്റ്റ് ടൈം എൻ്റെ നാട്ടിൽ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും പ്രാർത്ഥിക്കണം, ഉമ്മായെ ഒന്ന് കാണണം, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്നോട് പലരും പറഞ്ഞൊരു കാര്യമുണ്ട്, സയാൻ്റെ സ്റ്റോറി കേൾക്കണം. അപ്പം തീർച്ചയായിട്ടും എൻ്റെ സ്റ്റോറി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരുന്നതായിരിക്കും. അതിനു മുന്നേ ആയിട്ട് എൻ്റെ നാടൊക്കെ ഒന്ന് കണ്ടിട്ടൊക്കെ വരാമല്ലോ അല്ലേ, ഇൻഷാ അല്ലാഹ്. അപ്പം എല്ലാവരും പ്രാർത്ഥന ഉണ്ടായിരിക്കട്ടെ, ഉമ്മായെ ഒന്ന് കാണണം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം കണ്ടതിന് ശേഷം വരാം. ഇപ്പോൾ സമയം 6:33, ട്രിവാൻഡ്രം ബസ് എറണാകുളത്തിൽ കയറണം. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് വന്നെത്തി. എൻ്റെ പൊന്നോ, രാവിലെ ഇറങ്ങിയത് 9 മണിക്കായിരുന്നു ബസ്. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് വന്നെത്തി. ഇപ്പോൾ 4:53. ഇനി എനിക്ക് ഇവിടെ നിന്ന് കാട്ടാക്കട ബസ്സുണ്ട്, കാട്ടാക്കട ബസ്സിലോട്ട് കയറണം. ബാക്കി വിശേഷങ്ങൾ കാട്ടാക്കട എത്തിയിട്ട്. അങ്ങനെ വീണ്ടും നമ്മൾ വിൻഡോ സീറ്റ് കരസ്ഥമാക്കിയിരിക്കുന്നു. കാട്ടാക്കട ബസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ 1 മണിക്കൂർ യാത്രയുണ്ട്. അപ്പം എൻ്റെ നാട്ടിലോട്ട് പോവാം. ഞാൻ പറഞ്ഞില്ലേ, കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടൊക്കെ പോവാം. നാട്ടിലോട്ടൊന്ന് എത്തിക്കോട്ടെ. ഇൻഷാ അല്ലാഹ് എന്താണെന്നൊന്നും നമുക്കറിയില്ല, എല്ലാം പടച്ചോൻ വിളിച്ച പോലെ. അപ്പം വെയിറ്റ് ആൻഡ് സീ. അങ്ങനെ എൻ്റെ സ്വന്തം നാടായ കാട്ടാക്കടയിലേക്ക് ഞാൻ കാലുകുത്തിയിരിക്കുന്നു. ഇനിയെല്ലാം നമുക്ക് കണ്ടറിയാം. അപ്പോൾ പോലെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം.